പച്ചക്ക് കഴിക്കുന്നുണ്ട്, പക്ഷെ അല്ലാത്തതൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കണം. സ്വന്തമായിട്ടാണ് പുഴുങ്ങുന്നതൊക്കെ. എങ്ങനെ വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. എന്റെ റൂം കാണണ്ടേ? വരൂ. വായോ വായോ. എങ്ങടേ? വളരെ മനോഹരമായ ഒരു മുറിയിലേക്ക് സ്വാഗതം. വന്നിപ്പം ബൈനാക്കുലർ വെച്ചാ നോട്ടം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നോക്കിയാലോ, ഈ വാർഡ്രോബിനകത്ത് ഏറ്റവും ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അതില്ലാതാക്കല്ലേ. ഇത് വാഷ്റൂം ആണല്ലേ? എന്താ പറഞ്ഞ? അപ്പൊ ആ ബാൽക്കണിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതാണ് അങ്ങനെ ഹണി റോസിന്റെ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി. കുട്ടി ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇവൻ അങ്ങനെയുള്ളവനല്ല. ഓക്കെ, മറ്റേ കുതിച്ചു പൊങ്ങോ കട്ടില്? വേണമെങ്കിൽ എന്തൊരാശ്വാസം. പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പം വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് തടിയുള്ളവരെ വലിയ ഇഷ്ടം. അമ്മ എന്നോട് എപ്പോഴും പറയണ്ട, ഹണിക്ക് ഇങ്ങനെ സിനിമ എന്ന് പറയുന്ന ഭ്രാന്താണ്, ഭയങ്കര ജീവനാണ്, അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ലായിരുന്നെങ്കിലേ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നോ? ഉദ്ഘാടനവും ഇനോഗ്രേഷൻ എനിക്ക് ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നു. അതെങ്ങനെയാണ് ഉദ്ഘാടനം? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടി? വാ കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. വൃത്തികേട്.